റൂയി ഗോമസ് രാജാവിന്റെ മരണം ഭാര്യയായിരുന്ന എബോളി രാജ്ഞിക്ക് താങ്ങാനാവുന്നതിലും വലിയ മാനസിക വേദനയായി. മാത്രമല്ല, പ്രതീക്ഷകളും സ്വപ്നങ്ങളും രാജകീയമായ പ്രൗഢിത്വങ്ങളുമെല്ലാം പെട്ടെന്നില്ലാതായി തീർന്നപ്പോൾ നിരുന്മേഷയായി മാറുന്ന രാജ്ഞി കർമ്മലീത്ത വൈദികരുടെ അടുക്കൽ ചെന്ന് അവൾ പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ കർമ്മലീത്ത മഠത്തിൽ ചേരാൻ പോവുകയാണ്. ഇത് കേട്ട് ആ വൈദികർ വളരെ ബഹുമാന ആദരവോടെ പറഞ്ഞു, ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നിനക്ക് തോന്നുന്നത് നിന്റെ പ്രിയപ്പെട്ട രാജാവിന്റെ വേർപാടിലുള്ള ദുഃഖം കൊണ്ടാണ്. നീ എടുക്കുന്ന ഈ തീരുമാനം തെറ്റാണ്. മാത്രമല്ല, നീ ജനിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് നിനക്കറിയാമല്ലോ. ഇവരുടെ ഉപദേശങ്ങളെയെല്ലാം പുച്ഛിച്ചു തള്ളി പസ്ട്രാണയിലെ മഠത്തിൽ ചേരാൻ അവൾ തീരുമാനിച്ചു. ഉടനടി കർമ്മലീത്ത വൈദികരുടെ സഭാവസ്ത്രം അവിടെ വെച്ച് തന്നെ ഊരി വാങ്ങി രാജ്ഞി ധരിക്കുകയും ചെയ്തു. രാജാവിന്റെ ശവമഞ്ചവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ അവൾ ഇത് ധരിച്ചുകൊണ്ടാണ് അനുധാവനം ചെയ്തത്. ആ യാത്രയിൽ വൈദികരും സന്യാസികളും എല്ലാവരും ഉണ്ടായിരുന്നു. തന്റെ സഭാവസ്ത്രം നിർബന്ധപൂർവം ഊരിക്കൊടുക്കേണ്ടി വന്ന ആ സാധു സന്യാസിയെ നമുക്കിവിടെ കാണാം. രാജ്ഞി കർമ്മരസഭാ വസ്ത്രം സ്വീകരിച്ച് തന്റെ ശിഷ്ടകാലം ഈ മഠത്തിൽ ചേരാൻ വരുന്നുണ്ട് എന്ന സന്ദേശവുമായി മറ്റൊരു വൈദികൻ അതിവേഗം കുതിരപ്പുറത്ത് മഠത്തിലെത്തി. തനിക്ക് സുപ്പീരിയർ ഇസബല്ലയെ കാണണമെന്ന് അറിയിക്കുന്നു. കാര്യങ്ങളെല്ലാം സുപ്പീരിയറിനെ അറിയിച്ചപ്പോൾ സുപ്പീരിയർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് രാജ്ഞിയെ പിന്തിരിപ്പിച്ചില്ല എന്ന് മഠത്തിന്റെ സുപ്പീരിയർ ചോദിക്കുന്നുണ്ട്. ഒരു രാജ്ഞി പെട്ടെന്ന് കന്യാസ്ത്രീയായി മാറിയിരിക്കുന്നു. വിശ്വസിക്കാൻ അസാധ്യമാണ്. താമസിക്കാതെ തന്നെ രാജ്ഞി മഠത്തിലെത്തുകയും തന്റെ അധികാരഭാവം രാജ്ഞി പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ പസ്ട്രാണയിലെ മരങ്ങളിലെ ഇലകൾ പോലും എന്റേതാണെന്ന് നിങ്ങൾ അറിയണം. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന പോലെ മറുപടി കൊടുക്കുന്നതിൽ സുപ്പീരിയർ ഒട്ടും പിറകിലായിരുന്നില്ല.
എനിക്കതിൽ സംശയമില്ല. പക്ഷേ മദർ ത്രേസ്യയാണ് എന്നെ ഈ കോൺവെന്റിന്റെ സുപ്പീരിയറായി നിയമിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും എന്തെല്ലാമാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഇത് പറയുന്നതിൽ സുപ്പീരിയർ ഒട്ടും മടിച്ചില്ല. ഈ സന്യാസ വസ്ത്രം ധരിക്കുന്നതിൽ നിന്ന് ത്രേസ്യായ്ക്ക് പോലും എന്നെ തടയാൻ സാധ്യമല്ല എന്നുവരെ രാജ്ഞി വാദിക്കുന്നുണ്ട്. തന്റെ പദവിക്ക് അനുസൃതമായ എല്ലാ ബഹുമതികളും മാത്രമല്ല, ഈ കന്യാസ്ത്രീകൾ തന്റെ മുമ്പിൽ മുട്ടുകുത്തി തന്നെ ശുശ്രൂഷിക്കുകയും ചെയ്യണമെന്ന് പോലും അവൾ ആവശ്യപ്പെട്ടു. പലപ്പോഴും പുരോഹിതന്മാരുടെയും സന്ദർശകരുടെയും നേരെ നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കാനും അവൾ തയ്യാറായിരുന്നു. എന്റെ ഈ കോൺവെന്റിൽ സന്യാസിനികളായ നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണുള്ളത് എന്ന് പോലും അവൾ ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു. സന്യാസത്തിന്റെ പരിത്യാഗം നിറഞ്ഞ ഈ ചുറ്റുപാടുകൾ നിനക്ക് അനുയോജ്യമല്ല എന്നും സുപ്പീരിയറിനോട് മാന്യമായും വിധേയത്വത്തോടും പെരുമാറണമെന്ന് പോലും ഇടയ്ക്ക് ഹൗസിന്റെ ഈ മദറിന് പറയേണ്ടി വന്നു. സുപ്പീരിയറിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം തന്നെ പുറത്താക്കുക എന്നതാണെന്ന് ഇതിലൂടെ രാജ്ഞിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപരിചിതമായ ആവൃത്തി നിയമങ്ങൾ സന്താവസ്ഥയായ രാജ്ഞിക്ക് ഇഷ്ടപ്പെട്ടില്ല. കോൺവെന്റിൽ ഒരു സാധാരണ സ്ത്രീ എന്നതിൽ കവിഞ്ഞ് അധികാരം സുപ്പീരിയർ നൽകിയിരുന്നുമില്ല. തന്നിമിത്തം ശ്രേഷ്ഠയോടും കന്യാസ്ത്രീകളോടുമെല്ലാം രാജ്ഞിക്ക് വളരെ വെറുപ്പ് തോന്നി. പിന്നീട് സഭാവസ്ത്രം ഊരിക്കളഞ്ഞ് സ്വഭവനത്തിലേക്ക് അവൾ തിരിച്ചുപോയി. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ രാജ്ഞി തന്റെ മഠത്തിൽ നിന്ന് കന്യാസ്ത്രീകളെ പുറത്താക്കാൻ ധൈര്യപ്പെട്ടു. ഈ കന്യാസ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ രാജ്ഞി വാഗ്ദാനം ചെയ്തിരുന്ന വരുമാന മാർഗം നിർത്തലാക്കി. മാത്രമല്ല, ഇത് അവരെ പട്ടിണി കിടക്കാൻ വിധിക്കുന്നതിന് തുല്യമാക്കി. കാരണം പസ്ട്രാണ പോലുള്ള ഒരു കൊച്ചു ദാരിദ്ര്യ ഗ്രാമത്തിന് ഈ സമൂഹത്തിന്റെ പരിപാലനം ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നില്ല. ഇതിനിടയിൽ ത്രേസ്യ ഇൻകാർണേഷൻ മഠത്തിന്റെ ഉത്തരവാദിത്വം നിറഞ്ഞ പ്രയോർ സ്ഥാനം കഴിഞ്ഞ് തിരിച്ച് തന്റെ ഭവനത്തിലെത്തി. ഇവിടെ തന്റെ കുമ്പസാരക്കാരനോട് പറയുകയാണ്, ഇൻകാർണേഷൻ കോൺവെന്റിലെ 150ഓളം സിസ്റ്റേഴ്സിനെ നയിക്കാൻ എനിക്ക് ഇനി സാധ്യമായിരുന്നില്ല. കാരണം എന്റെ അസ്ഥികൾക്കെല്ലാം പ്രായമായി തുടങ്ങി. ഇൻകാർണേഷൻ മഠത്തിലെ കുമ്പസാരക്കാരനായി കുരിശിന്റെ വിശുദ്ധ യോഹന്നാനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നതിനേക്കാൾ വളരെ മനോഹരമായി അദ്ദേഹം ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് ത്രേസ്യ പറയുന്നുണ്ട്. ഇതിനിടയിൽ പസ്ട്രാണയിലെ മഠത്തിൽ നിന്ന് എല്ലാ കന്യാസ്ത്രീകളെയും രാജ്ഞിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് സെഗോവായിലെ പുതിയ കോൺവെന്റിലേക്ക് മാറ്റാൻ ത്രേസ്യ തീരുമാനിച്ചിരുന്നു. ഒരു ദിവസം കർമ്മലീത്ത കോൺവെന്റ് ശൂന്യമായെന്ന വാർത്തയറിഞ്ഞ് രാജകുമാരി ഞെട്ടിപ്പോയി. എല്ലാ കന്യാസ്ത്രീകളും അവിടെ വസ്തുവകകളുമായി ദുരൂഹമായി അപ്രത്യക്ഷരായി. രാജ്ഞിയുടെ അടുക്കൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു വന്ന സഹോദരിമാർ ത്രേസ്യായോട് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കുകയാണ്. ആരാലും ഞങ്ങളുടെ ഈ യാത്ര ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ പട്ടണത്തിന് പുറത്ത് കുതിരവണ്ടി തയ്യാറാക്കി നിർത്തിയിരുന്നു. സാഹചര്യം അനുകൂലമായി വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഓടിപ്പോയി കയറി. അത് ഒരു ഭയപ്പെടുത്തുന്ന യാത്ര തന്നെയായിരുന്നു. കള്ളന്മാരെ പോലെ ഞങ്ങളെ പിടികൂടാൻ പിറകെ വരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. ത്രേസ്യ ചോദിക്കുന്നുണ്ട്, അതിന് നിങ്ങൾ എന്തെങ്കിലും അവിടെ നിന്ന് എടുത്തിരുന്നോ? ഇല്ല, ഒരു മുട്ടുസൂചി പോലും ഞങ്ങളുടേതല്ലാത്തത് ഒന്നും ഞങ്ങൾ എടുത്തിരുന്നില്ല. തുടർന്ന് ത്രേസ്യ പറഞ്ഞു, കരിങ്കൽ കൂടാരത്തിന്റെ യജമാനത്തിയായി അവൾ അവിടെ തുടരട്ടെ എന്ന്. ഇതിനിടയിൽ ത്രേസ്യായ്ക്ക് പനി കൂടുകയും സഹോദരിമാർ അവളെ ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പണവും പ്രതാപവും നിറഞ്ഞൊരു കാലം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകാം. ചിലപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിരാശയും നിരുന്മേഷവും ഒക്കെ സംഭവിച്ചേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ നാം കണ്ടെത്തേണ്ട ഒരു ഇടമല്ല സന്യാസവും പൗരോഹിത്യവും ഏകസ്ഥ ജീവിതവും. രാജാവിന്റെ ദേഹവിയോഗത്തിൽ തകർന്നുപോയ രാജ്ഞി പെട്ടെന്ന് ഓടിക്കയറിയത് കർമ്മലീത്ത സന്യാസ സമൂഹത്തിലേക്കാണ്. ത്യാഗജീവിതവും നിശബ്ദതയും ഏകാന്തതയും
ജീവിതമാക്കി മാറ്റിയ ആ സന്യാസിനിമാർക്ക് യാതൊരുവിധ ഒരുക്കവുമില്ലാത്ത ഈ രാജ്ഞിയുടെ ജീവിതം വലിയ അസ്വസ്ഥതയ്ക്ക് കാരണമായി തീർന്നു. എന്തിനേറെ, വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ എടുത്ത് കരക്കിട്ടാലുണ്ടാകുന്ന അനുഭവമായി മാറി സന്യാസിനികളുടെ ജീവിതം. ഒടുവിൽ അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇന്നും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ വേണ്ടത്ര ഒരുക്കമോ ബോധ്യങ്ങളോ ഇല്ലാതെ ചിലരെങ്കിലുമൊക്കെ സന്യാസ സമൂഹങ്ങളിലേക്ക് കടന്നുകൂടുകയും അതുമൂലം അവർക്ക് തന്നെയും സമൂഹത്തിനും ഒരു വലിയ ദുരന്തമായി മാറുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നാം തിരഞ്ഞെടുത്ത നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവരായി മാറാം. അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ സുന്ദരവും ദൈവാനുഗ്രഹം നിറഞ്ഞതുമായി തീരട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുങ്ങാം.